ഇനി ഷാരോണിന് ഗ്രീഷ്മ കൊടുത്ത വിഷം എന്താണെന്ന് നോക്കാം. കാപ്പിക് എന്ന ലേബലിൽ അറിയപ്പെടുന്ന പാരക്വാഡ് എന്ന ഹെർബിസൈഡ് ആണ് ഇതെന്നുള്ളത്. വിളനിലങ്ങളിൽ അനാവശ്യമായിട്ട് വളരുന്ന കളകളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കളനാശിനിയാണ് ഇതെന്നുള്ളത്. 20 മുതൽ 40 mg പെർ കിലോഗ്രാം റേഷ്യോയിൽ ഒരാളിലേക്ക് ഇത് എത്തിയാൽ അയാൾക്ക് മരണം സംഭവിക്കാനുള്ള ചാൻസസ് എന്നുള്ളത് 60 മുതൽ 90% വരെയാണ്. പ്രിക്വേഷൻസ് ഇല്ലാതെ ഇത് കള നശിപ്പിക്കാൻ യൂസ് ചെയ്യുമ്പോൾ ഒരാളിൽ പാർക്കിൻസൺസ് ഡിസീസ്, ലങ് ഡാമേജ്, അതുപോലെ തന്നെ ഐ ഡാമേജും ഉണ്ടാകും. വായിലൂടെയോ അല്ലെങ്കിൽ ഇൻഹേൽ ചെയ്താലോ എന്തിന് സ്കിന്നിലൂടെയോ ഇത് ഒരാളുടെ ശരീരത്തിലേക്ക് എത്തിയാൽ അയാൾക്ക് മരണം വരെ സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. ഇത് ഉള്ളിലെത്തിയ പക്ഷം മാക്സിമം 30 ദിവസത്തിനുള്ളിൽ മരണം സംഭവിച്ചേക്കാം. ഇനി രക്ഷപ്പെട്ടാലോ ശിഷ്ടകാലം ഇത് വരുത്തി വെച്ച ലങ് ഡാമേജ് ഉൾപ്പെടെയുള്ളവയുമായി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട അവസ്ഥയും ഉണ്ട്. ഇതിനൊരു ആന്റിഡോട്ട് ഇല്ല. ഇത് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യുന്നത് പോലും ആത്മഹത്യാപരമാണ്. ഇത് ഉള്ളിലേക്ക് ചെല്ലുന്ന പക്ഷം ഹാർട്ട് ബീറ്റ് കൂടും, രക്തം ഛർദ്ദിക്കും, ശ്വാസം മുട്ടും, വേദന കൊണ്ട് പുളയും, സ്ഥലകാലബോധമില്ലാതാകും, ബ്ലഡ് പ്രഷർ നന്നായിട്ട് താഴും, കോമയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ആയ മുതൽ കുടൽ വരെയുള്ള എല്ലാ ഭാഗങ്ങളും വെന്തുരുകിയതിനു ശേഷമായിരിക്കും മരണം സംഭവിക്കുക. ഓരോ നിമിഷവും എന്നെ ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ, ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഭയാനകമായ ദയനീയമായ അവസ്ഥ. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്നുള്ളത്. പെപ്റ്റിക് സ്ട്രിക്ചർ, അതായത് അന്നനാളം നന്നായിട്ട് ചുരുങ്ങും, വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഇതിനോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലുവേഴ്സ്, ഹാർട്ട്, ലിവർ, കിഡ്നി, ലങ്സ് എല്ലാം ഫെയിലുവർ ആകും. ശേഷം മരണം സംഭവിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്രമാത്രം വേദനയായിരിക്കും ഷാരോൺ സഹിച്ചിട്ടുണ്ടാകുക. ചെകുത്താന്റെ മനസ്സാണ് ഗ്രീഷ്മയ്ക്കെന്നാണ് വാദിഭാഗം കോടതിയിൽ വാദിച്ചത്. പക്ഷേ ചെകുത്താന് പോലും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. വിധി പറഞ്ഞ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ഇത് നെയ്യാറ്റിങ്കരയ്ക്ക് അഭിമാന നിമിഷം. ഇതിനിടയിൽ ഇന്ത്യൻ ആർമിക്ക് ഒരു പട്ടാളക്കാരനെ നഷ്ടപ്പെടുകയും ചെയ്തില്ല. റെസ്റ്റ് ഇൻ പീസ് ഷാരോൺ രാജ്.